കോഴിക്കോട് തീപിടുത്തത്തിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ്. പല ഊഹാപോഹങ്ങളും ഉണ്ടാകുമെന്നും അതൊന്നും വിശ്വസിക്കുവാൻ പറ്റില്ലെന്നും മേയർ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ടാണ് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന് പരിസരത്തെ കെട്ടിടത്തിന് തീപിടുത്തമുണ്ടായത്. തീയണച്ച ശേഷം പുലർച്ചെ 1 മണിയോടെയാണ് ഈ കെട്ടിടവും പരിസരവും കയറ് കെട്ടിയും ബാരിക്കേഡ് വെച്ചും പോലീസ് സുരക്ഷിതമാക്കിയത്. സിറ്റി ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ പി ബിജുരാജിന്റെ നേതൃത്വത്തിൽ നടക്കാവ് ഇൻസ്പെക്ടർ എൻ പ്രജീഷ് ഉൾപ്പെടെ 50 അംഗ പോലീസാണ് ഇവിടെ കാവൽ നിൽക്കുന്നത്. ഒപ്പം ചെമ്മങ്ങാട് പോലീസ് സംഘവും സുരക്ഷയ്ക്കായി രംഗത്തുണ്ട്. തീപിടിച്ച കെട്ടിടം ഫോറൻസിക് വിദഗ്ധർ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അംഗങ്ങൾ, സയന്റിഫിക് വിദഗ്ധർ, കോർപ്പറേഷൻ പ്രതിനിധി സംഘം തുടങ്ങിയവർ ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കും. പരിശോധനകൾ പൂർത്തിയാക്കും വരെ പുതിയ സ്റ്റാൻഡിലെ ഈ ബ്ലോക്കിലെ മറ്റു വ്യാപാര കടകളൊന്നും തുറക്കാൻ അനുമതിയുണ്ടാകില്ലെന്ന് പോലീസ് അറിയിച്ചു. കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ച് 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ കോഴിക്കോട് ജില്ലാ കളക്ടറോട് ചീഫ് സെക്രട്ടറി ഞായറാഴ്ച രാത്രി നിർദ്ദേശിച്ചിരുന്നു. കുറെ പേരുടെ കരിഞ്ഞ ജീവിതത്തിന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിലെ ശരിതെറ്റുകളെക്കുറിച്ച് അന്വേഷിക്കണം. പല വിധത്തിലും പല തരത്തിലും അന്വേഷിച്ച ശേഷം മാത്രമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾക്ക് പറയാൻ കഴിയൂ. പല ഊഹാപോഹങ്ങളും ഉണ്ടാകാം. നമ്മൾക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പോലീസ്, അഗ്നിരക്ഷാ സേന, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് പരിശോധന നടത്തിയാൽ മാത്രമേ ഇതിന്റെ തുടക്കം എന്താണ് എന്നതിനെക്കുറിച്ച് പറയാൻ സാധിക്കൂ. വലിയ ദൗർഭാഗ്യകരമായ സംഭവമാണിത്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ ഷോറൂമാണ് കത്തി നശിച്ചത്. ഇന്ന് പ്രത്യേക തിയേറ്ററിംഗ് കമ്മിറ്റി യോഗം ചേരും. ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് കോർപ്പറേഷൻ തലത്തിൽ അന്വേഷിക്കുമെന്നും മേയർ അറിയിച്ചു. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. തീപിടുത്തം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് പഴയ കെട്ടിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് തീപിടുത്തം ഉണ്ടാകുമ്പോൾ ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാകുകയും അത് കർശനമായി നടപ്പിലാക്കുകയും വേണമെന്നാണ് പറയുന്നത്. പഴയ കെട്ടിടമായതിനാൽ അഗ്നിരക്ഷാ ശമന ഉപാധി ഉണ്ടായേക്കില്ല. തകര ഷീറ്റ് കൊണ്ട് മറച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ചിട്ട് പറയാം. ഒരു തരത്തിലുള്ള അനധികൃത നിർമ്മാണത്തിനും കെട്ടിടത്തിന് അനുമതി നൽകിയിട്ടില്ല. വരാന്തയടക്കം അടച്ചുകെട്ടി ഗോഡൌണാക്കിയ ആരോപണം കോർപ്പറേഷൻ പരിശോധിക്കുമെന്നും മേയർ വ്യക്തമാക്കി. തീപിടുത്തത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കോർപ്പറേഷനിൽ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കുമെന്നും യോഗത്തിൽ എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുമെന്നും മേയർ അറിയിച്ചു. കുറെ പേരുടെ കരിഞ്ഞ ജീവിതത്തിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനകത്തെ ശരിതെറ്റുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഇനിയും നമുക്ക് അന്വേഷിക്കണം. പല വിധത്തിലും പല തലത്തിലും അന്വേഷിച്ച ശേഷമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും. പല ഊഹാപോഹങ്ങളും ഉണ്ടാവാം, അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കൃത്യമായി ഇതിനെക്കുറിച്ച് പോലീസ് തലത്തിലും അതുപോലെ തന്നെ അഗ്നി ശമന രംഗത്തു നിന്നും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇവരെല്ലാം വിദഗ്ധമായ പരിശോധന നടത്തിയിട്ടേ കൃത്യമായി ഈ ഒരു കാര്യത്തേക്കുണ്ട് ഇതിൻ്റെ തുടക്കം എന്താണെന്ന് അറിയാൻ കഴിയും. വളരെ ദൗർഭാഗ്യകരമായി പോയി. പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോടുള്ള ഏറ്റവും വലിയ ഒരു ഷോറൂമും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു ഗോഡൗണുമുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ കാലിക്കറ്റ് ക്ലോത്ത്സും കാലിക്കറ്റ് ഫർണിഷിങ്ങും എല്ലാം ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഷോപ്പ്, എല്ലാം തുണിത്തരങ്ങളെല്ലാം കിട്ടുന്ന ഈ ഷോപ്പ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രത്യേകമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തലത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, ഇതൊക്കെ കോർപ്പറേഷൻ തലത്തിൽ ഞങ്ങൾ ഇന്ന് അന്വേഷിക്കും. അതിനുശേഷമേ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാവൂ. ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും വേണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാൻ. ഒരു പ്രശ്നം എന്താ അറിയോ, ഇന്നലെ 5 മണിക്കൂറോളം നമ്മുടെ എല്ലാ ഫയർ സംവിധാനവും വെറുതെ നിൽക്കേണ്ടി വരുന്നു. വെള്ളം അകത്തേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അതായത് കെട്ടിടത്തിന് ഒരു അഗ്നിശമന സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അഗ്നിരക്ഷാ ശമന ഉപാധി എന്ന് പറയുമ്പോൾ ഇത് പഴയ കെട്ടിടമാണ്. AC ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം കൊട്ടി അടയ്ക്കുകയാണ് AC ആയതുകൊണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ആക്സസ് ഇല്ലാതെ പോയത്. അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അത് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. അനുമതിയോട് കൂടിയാണോ എന്നത് ഇന്നത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഒറ്റ കാര്യം, അതായത് ഇവിടുന്ന് നേരെ മേളിലോട്ട് നോക്കിയാൽ ഇതൊരു ഷെയ്ഡാണ്. ആ ഷെയ്ഡ് പോലും അടച്ചു കെട്ടി അത് അവരുടെ ഗോഡൗണാക്കി. കോറിഡോർ ഇല്ല, കോറിഡോർ അടച്ചിട്ടിരിക്കുന്നു, അവരുടെ വരാന്ത അടച്ചിട്ടിരിക്കുന്നു. നമുക്ക് അനുമതി കൊടുത്തതല്ല. ഇതൊരു ഷെയ്ഡാണ്, ഇതൊരു നടവഴിയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു നടവഴിയാണ്, വരാന്തയാണ്.
ആ വരാന്ത പോലും കെട്ടിയടച്ച് ഷീറ്റ് ഇട്ടിട്ട് അത് അവർ AC ആക്കി അവരവരുടെ ഗോഡൌൺ ആക്കി പ്രവർത്തിക്കുന്നു. ഇത് കോർപ്പറേഷൻ കണ്ടില്ലേ, അതോ കോർപ്പറേഷന്റെ അനുമതിയോടുകൂടി ചെയ്യുന്നതാണ്? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ആയതാണ്. ഞങ്ങൾ വന്ന ശേഷം ഇങ്ങനെ അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് പരിശോധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവരോട് കൂടി ചോദിച്ചിട്ട് എന്താണ് ഇതിന്റെ കാരണം എന്ന് അറിഞ്ഞ ശേഷമേ എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് സാധിക്കും. കോർപ്പറേഷൻ ഇനി അടിയന്തരമായി എന്താ ചെയ്യാൻ പോകുന്നത്? കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്, സ്വാഭാവികമായും കോർപ്പറേഷന് വലിയ ഉത്തരവാദിത്തമുണ്ട്. എന്താണ് അടിയന്തരമായി കോർപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്? അടിയന്തരമായിട്ട് നന്നാക്കുക എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊന്നുമില്ലല്ലോ ഈ കാര്യങ്ങളിൽ. ഇതിപ്പോ ഈ കോലത്തിലായി നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കെട്ടിടമാണ്, നമുക്കത് ഇതേ രീതി ഇടാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ തെളിവെടുപ്പും പഠനങ്ങളും ഒക്കെ നടന്ന ശേഷമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഫയർ ഓഡിറ്റിംഗ് ചെയ്യണം തീർച്ചയായിട്ടും. എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം.